എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ദിനങ്ങൾ നമ്മുടെ മുൻപിൽ കർത്താവ് ഒരുക്കി തന്നു. ദൈവം വിശ്വസ്തൻ. ഭൂമി മുഴുവനും യേശു രക്ഷകനെന്ന് ഓർക്കുന്ന മനോഹരമായ ദിവസങ്ങൾ. യേശു ക്രിസ്തു തന്നെയാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് ഓരോ സന്ദേശങ്ങളും ലോകം മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് സുവിശേഷം സർവ്വജനത്തിൻ്റെ അടുക്കൽ എത്തണം, അപ്പോൾ അവസാനം ഉണ്ടാകുമെന്ന്. സുവിശേഷം അറിയിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്. സുവിശേഷം നിമിത്തം അനവധി ഉപദ്രവങ്ങളുടെ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടി വരും. ഇതൊക്കെ കർത്താവ് പറഞ്ഞു. സുവിശേഷം അറിയിക്കുന്നവരെ തല്ലുമ്പോൾ ഇതെല്ലാം കർത്താവ് നേരത്തെ പറഞ്ഞു. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കണ്ട, കൊന്നിട്ട് നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന്, കൊന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് നരകത്തിൽ നശിപ്പിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഉപദ്രവിക്കുന്നവരെയല്ല പേടിക്കേണ്ടത്, മരണത്തിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ന്യായവിധിയിലൂടെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്ന ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ഭയമെന്നുള്ളത് ഇപ്പോഴല്ല പേടിക്കേണ്ടത്, ഇനി വരുവാൻ പോകുന്ന ജീവിതത്തിലെ ഭയം. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സമയം വരും. എന്നാൽ ഇത് രക്ഷയുടെ സമയമാണ്, ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നമ്മളിന്ന് അപ്പോസ്തല പ്രവൃത്തിയിലോട്ടാണ് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും രക്ഷയുടെ പുസ്തകമാണ്. ഓരോ താളുകളിലും നമുക്ക് കാണാം കർത്താവ് ഓരോരുത്തരെയും അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിലെ അലക്സന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന് പേരുള്ള യഹൂദൻ എഫസോസിലെത്തി. അവന് നല്ല വാഗ്വൈഭവമുണ്ട്, തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുണ്ട്. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ആത്മാവിൽ എരിവുള്ളവൻ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണമെന്ന് പൗലോസ് പറയുന്നു. എരിവുള്ളവർ. പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് തരുന്നത് ഒരു എരിവാണ്. ദൈവത്തെ എങ്ങനെ സേവിക്കണം? ആത്മാവിൽ എരിവോടെ. ഇന്ന് ദൈവസഭകളിൽ കാണാത്ത ഒന്നാണ് എരിവില്ലായ്മ. സഭകളിൽ ദൈവത്തെ ആർക്കുന്നവരുടെ എണ്ണം കുറവാണ്. സഭയിൽ ദൈവത്തെ പുകഴ്ത്തുന്നവരുടെ എണ്ണം കുറവാണ്. കർത്താവിൻ്റെ വേലയിൽ എരിവുള്ളവരുടെ എണ്ണം കുറവാണ്. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു എരിവുണ്ട്. ആ എരിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത ശേഷം പിന്നെ നമ്മൾ കാണുന്ന നേരെ ദേവാലയത്തിലേക്ക് പോയി. വിൽക്കുന്നവരെ വാങ്ങുന്നവരെ എല്ലാം അതിൽ നിന്ന് പുറത്താക്കി. എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട കേന്ദ്രമല്ല, ഇത് പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. പിന്നീടാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അത് നിവൃത്തിയായതാണ്. യേശു വളരെ എരിവോടെയാണ് ദൈവവേല ചെയ്തത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്നവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തെ എരിവോടെ നാം സേവിക്കണം. ദൈവത്തെ എരിവോടെ നാം ആരാധിക്കണം.
അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ ആത്മാവിൻ്റെ എരിവ് പത്രോസിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ എഴുന്നേറ്റ് ഉടനെ പരിഹസിച്ചവർക്ക് കൊടുത്ത മറുപടിയാണ് 3000 പേര് സ്നാനപ്പെടാനിടയായത്. ഒരു എരിവുള്ള വ്യക്തി എവിടെയുണ്ടോ ആ വ്യക്തിയിലൂടെ വലിയ കാര്യങ്ങൾ നടക്കും. ദൈവിക കാര്യങ്ങളിൽ വലിയ ഒരു എരിവ് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് കാലൂന്നുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എരിവും തീഷ്ണതയുമുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. ഞാൻ പോകുന്ന ചർച്ച ശരിയല്ല, അവിടുത്തെ പാസ്റ്റർ ശരിയല്ല, അവിടുത്തെ വിശ്വാസികൾ ശരിയല്ല, ഇതും പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കും? നിന്റെ എരിവെന്തിനാ നീ കളയുന്നേ? അവിടെ പലരും തണുത്തവരാണെന്ന് കരുതി അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എരി, കർത്താവിന് വേണ്ടി കത്തി എരി. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പള്ളിയിൽ പോയില്ലേ? മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നില്ലേ എന്ന് കരുതി യേശുവിൻ്റെ എരിവ് യേശു കളഞ്ഞോ? അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ചർച്ചിനെ കുറ്റം പറയല്ലേ, അവർ കാരണമാണ്, ഇവര് കാരണമാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ വെക്കല്ലേ. നിനക്ക് എരിയണമോ? ആത്മാവിൽ എരിവുള്ള വ്യക്തിയായിട്ട് മാറാൻ പരിശുദ്ധാത്മാവ് നിന്നെയും എന്നെയും സഹായിക്കും. ആരെക്കുറിച്ചും കുറ്റം പറയില്ലെന്ന് തന്നെ ഒന്ന് തീരുമാനിക്കാമോ? ഉടനെ നമ്മുടെ സന്തോഷം തന്നെ വർദ്ധിക്കും. നിങ്ങളും ഞാനും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് 2 വാക്ക് പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കാനിരുന്ന പ്രാർത്ഥന നടക്കത്തില്ല. എന്നിട്ട് നമ്മൾ പറയും പൈശാചിക പോരാട്ടം. ഒരു പോരാട്ടവും ഇല്ല, നാവ് കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ നല്ല വാക്ക് ഒരു 10 പേരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കാമോ? ഉടനെ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയൊക്കെ ഒഴുകി വരും, നദി പോലെ ഒഴുകി വരും. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 13-ൽ പറയുന്ന പോലെ നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. അപ്പോസ്തലപ്രവൃത്തി 16-ൽ നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ നമ്മെ തണുപ്പിക്കുകയാണ്, നമ്മൾ നമ്മെ ഒതുക്കിക്കളയുകയാണ്. നമ്മുടെ തീഷ്ണത, നമ്മുടെ എരിവ്, നമ്മുടെ വാഞ്ച എല്ലാം നാം തന്നെ നശിപ്പിക്കുകയാണ്. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അലക്സാന്ദ്രിയക്കാരനായ വാഗ്വൈഭവമുള്ളവൻ, എരിവുള്ളവൻ, വചനത്തിൽ വലിയ പരിചയമില്ല, വിശ്വാസ സ്നാനം അറിയില്ല. അറിയാവുന്നത് യോഹന്നാന്റെ സ്നാനമാണ്. എന്നാൽ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ബെസ്റ്റായി ചെയ്യുക. ഇതാണ് ഈ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പല്ലോസിൽ നിന്ന് അവൻ വളരെ തീഷ്ണതയുള്ളവനാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി പ്രസ്താവിച്ചു, ഉപദേശിച്ചു. 26-ാം വാക്യം, അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്കിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവിടെ വിമർശിച്ചു എന്നല്ല. ഈ വിവരക്കേട് എന്താ പറയുന്നത്? ഇവന്റെ സ്നാനം എന്താണ്? ഇവന്റെ ഉപദേശം ശരിയല്ലല്ലോ, ഇതല്ല പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, നല്ല എരിവുള്ളൊരു ചെറുപ്പക്കാരനാണ്, നല്ല തീഷ്ണതയുള്ളവനാണ്, വളരെ സൂക്ഷ്മതയുള്ളവനാണ്, വളരെ ഏകാഗ്രതയുള്ളവനാണ്. എന്നാൽ പല കാര്യങ്ങളും അറിയില്ല. അഖിലയും പ്രിസ്കില്ലയും വളരെ വചനത്തിൽ പരിചയസമ്പന്നരാണ്. പലരും പറയുന്നത് എബ്രായ ലേഖനം എഴുതിയത് അഖിലയും പ്രിസ്കില്ലയുമാണ്. പ്രിസ്കില്ല ഭാര്യയാണ് എഴുതിയെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വേദപരിജ്ഞാനമുള്ള ഇവർ അപ്പല്ലോസിനെ വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചെടുത്തു. ഒന്നുകൂടി പറഞ്ഞാൽ വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് നന്നായി പഠിപ്പിച്ചെടുത്തു. പിന്നീട് നമ്മൾ ഈ അപ്പല്ലോസിനെ കുറിച്ച് അറിയുന്ന ഭയങ്കര തിരക്കുള്ള ദൈവദാസനായി മാറി. അഖിലയും പ്രിസ്കില്ലയും വലിയ അറിയപ്പെടുന്നവരൊന്നും ആയില്ല. എന്നാൽ അറിയപ്പെടുന്നവരെ വാർത്തെടുക്കുന്നവരായിരുന്നു അഖിലയും പ്രിസ്കില്ലയും. ഇതുപോലെ എല്ലാവരും സ്റ്റേജിൽ കയറി നിന്ന് കത്തി ജ്വലിക്കാനുള്ളവരല്ല. എന്നാൽ കത്തി ജ്വലിക്കാൻ ചിലരെ വാർത്തെടുക്കുവാൻ, അവരുടെ ഗുണങ്ങളെ കണ്ടുപിടിച്ച് അവരുടെ ദോഷങ്ങളെ ഒന്ന് തിരുത്തി കൊടുത്താൽ അവരെല്ലാം
തീവ്രതയുള്ളവരായി മാറും. നമ്മുടെ അടുക്കൽ കിട്ടുന്നവരുടെ പ്രത്യേകതകൾ, അവരെ എങ്ങനെ നമുക്ക് പണിതെടുക്കാം. എല്ലാവരും ഒരച്ചിൽ വാർക്കാൻ കഴിയില്ല. ചിലർക്ക് പ്രസംഗത്തോടായിരിക്കും താല്പര്യം, ചിലർ പാട്ടിന് വേണ്ടിയുള്ള, ചിലർ കഠിനാധ്വാനം ചെയ്ത് ശുശ്രൂഷ ചെയ്യാനുള്ളവരായിരിക്കും, ചിലർ പ്രവചിക്കാനുള്ളവരായിരിക്കും, ചിലർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളവരായിരിക്കും. റോമാലേഖനം 12:3 മുതൽ വായിക്കുമ്പോൾ നമുക്കത് ഇവിടെ കാണാം. ഓരോ വ്യക്തികൾക്കും വിവിധമായ ശുശ്രൂഷകളാണ്. ശുശ്രൂഷകളെ കണ്ടറിഞ്ഞ് അവരെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനത്തിനൊത്തവണ്ണം അവർക്ക് കുറച്ച് നിർദ്ദേശം കൊടുത്താൽ ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതങ്ങളെല്ലാം പുറത്തു വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് പറയട്ടെ, നിങ്ങൾ വളരെ കഴിവും വളരെ പ്രാപ്തിയും ഉള്ളവരാണ്. സ്ത്രീജനം ബലഹീനപാത്രം എന്നൊക്കെ പറഞ്ഞ് പലരെയും പല സഭകളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പെർസിസ് എന്ന് വളരെ അധ്വാനിച്ചില്ലേ? സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞ് കൊരിന്ത്യ സഭയോട് ചില വിഷയത്തിൽ അത് പറഞ്ഞെന്ന് കരുതി പൗലോസ് സ്ത്രീകളെയാണ് കൂടുതൽ അഭിനന്ദിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് സഹായിച്ച ഒരു കൂട്ടം സഹോദരിമാരുണ്ട്. വീരശൂര പരാക്രമികളായ ശിഷ്യന്മാരുൾപ്പെടെ ക്രൂശിൻ്റെ അടുക്കൽ എത്താതെ ഓടിക്കളഞ്ഞപ്പോൾ അവിടെ ക്രൂശിൽ യേശുവിൻ്റെ മരണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. കല്ലറക്കൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പോയ സ്ത്രീകളെ കാണാം. എരിവും തീഷ്ണതയും പുരുഷന്മാരെക്കാൾ അധികമുള്ള മഗ്ദലക്കാരി മറിയെ പോലെയുള്ളവർ ഇന്നുണ്ട്. സ്ത്രീകളുടെ എരിവും തീഷ്ണതയും ദൈവഭക്തിയെയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചാൽ ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതങ്ങൾ എഴുന്നേറ്റ് വരും. ഇത് കേൾക്കുന്ന പല സഹോദരിമാരും ഇന്നുള്ള പല പുരുഷന്മാരെക്കാൾ അധികം പ്രയോജനപ്പെടും. ജോയ്സ് മേയറിനെ പോലെ എന്ന് പറയുമ്പോൾ ഉടനെ ജോയ്സ് മേയറിന്റെ തലയിലോട്ട് ഒത്തിരി പേര് കയറും. അവരങ്ങനെയാണ്, അവരുടെ കഴുത്തേലെ മാല ഇങ്ങനത്തെയാണ്, അവരുടെ കമ്മൽ ഇങ്ങനത്തെയാണ്, അവരുടെ ഉടുപ്പ് ഇങ്ങനത്തെയാണ്. ഞാനെങ്ങും കണ്ടിട്ടില്ല അവരുടെ ഉടുപ്പും കഴുത്തേലൊക്കെ. ഞാൻ അവരുടെ പ്രസംഗം മാത്രമേ കേൾക്കാറുള്ളൂ. നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ഇനി അവർ ഇട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ദൈവം കൊടുത്തതല്ലേ? അവർ മരിച്ചു പോകേണ്ട സ്ത്രീയല്ലേ? ദൈവം അവർക്ക് കൊടുത്തു. അതിനെതിരെ പടപൊരുതുക. ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്നാൽ ആ സ്ത്രീക്കെതിരെ പടപൊരുതുക. ഇതെല്ലാം പൈശാചികമാണ്. ഒരു പുരുഷൻ ഇല്ലാത്ത കാലത്ത് ദെബോര എഴുന്നേറ്റു. ഇസ്രായേലിന് അമ്മയായിട്ട് എഴുന്നേറ്റു. ബാരാക്ക് പേടിച്ചപ്പോൾ യുദ്ധത്തിന് പോകാൻ ദെബോരയുണ്ടായി. അങ്ങനെയാണ് ശത്രുക്കൾ തോറ്റുപോയത്. ദെബോര സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ അച്ചായന്മാർ അവിടെ ഇല്ലായിരുന്നു. അവരെഴുന്നേറ്റു. ഈ സീസണിൽ നിങ്ങൾ എഴുന്നേൽക്കണം. എന്നെ കേൾക്കുന്ന പല അമ്മമാര്, ചില ഭാര്യമാര്, ചില കുഞ്ഞുങ്ങൾ, യൗവനക്കാരികൾ, ചില ചെറുപ്പക്കാര്, പ്രായം കഴിഞ്ഞു എന്ന് പറയുന്നവർ, വാർദ്ധക്യത്തിലുള്ളവർ എല്ലാം എഴുന്നേൽക്കണം. കിട്ടിയ 1 വർഷമേ ഉള്ളൂ ഇനി കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ. 1 വർഷം കൊണ്ട് കാത്തി ജ്വലിക്കണം. അതേത് വയസ്സാണെങ്കിലും, 80 ആണെങ്കിലും 90 ആണെങ്കിലും ദൈവത്തിനുള്ള കൃപ തരുമെന്നേ. എരിവുള്ളവരായി മാറണം. നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വേണ്ടേ? കിട്ടിയ സമയം കർത്താവ് പറയും, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അതുകൊണ്ട് വിശ്രമം എന്നുള്ളത് ഈ ഭൂമിയിൽ എടുക്കാതെ സൂക്ഷിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ഇങ്ങനെ വിശ്രമിച്ച് സ്വർഗത്തിൽ മുഴുവൻ വിശ്രമോ, അവിടെ ചെന്നാൽ ബോറടിക്കും. കാരണം എന്താണ്? ഭൂമിയിലെ വിശ്രമമായിരുന്നു. ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്താലേ സ്വർഗത്തിലെ വിശ്രമത്തിൽ ഒരു സുഖം തോന്നും. ഇത് ഭൂമിയിലെ ചുമ്മാ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു ഞായറാഴ്ച സഭായത്തിന് വരും, തീർന്നു. അത് തന്നെ ക്രിസ്തീയ ജീവിതം. എന്തൊരു ബോർ പരിപാടിയാണ്. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ഉപയോഗിക്കുക. കത്തി ജ്വലിക്കുന്നവരായി മാറും. അപ്പലോസിനെ പോലെ തീവ്രതയുള്ളവരായി മാറും. അക്കില പ്രിസ്കില്ലയെ പോലെ ചിലരെ പറഞ്ഞ് ബലപ്പെടുത്തി കത്തി ജ്വലിക്കുന്നവരാക്കി മാറ്റും.
ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ തീഷ്ണതയുള്ള, എരിവുള്ള പ്രാർത്ഥനാ ജീവിതം, വിശ്വാസം എല്ലാം കത്തിജ്വലിക്കട്ടെ. അതിനായി അവരെ സമർപ്പിക്കുന്നു. ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന അസാധാരണമായ ദൈവകൃപ ഈ മക്കളിലൂടെ പുറത്തു വരട്ടെ. സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ സുവിശേഷത്തിനു വേണ്ടി പോരാടുവാൻ കർത്താവിൻ്റെ കൃപയിൽ ജ്വലിക്കുന്ന ഒരു കൂട്ടത്തെ ജീസസ് അവരുടെയിലൂടെ അങ്ങ് ഒരുക്കിയെടുക്കണമേ. ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ സൗഖ്യമാകട്ടെ. തുടർന്നുള്ള ഓരോ ദിവസവും അവരുടെ ആയുസ് ദൈവരാജ്യത്തിൽ വളരെ ഫലമുള്ളതായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ബലവും കൃപയും കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. മരണത്തെ ജയിച്ച